അവർക്കറിയാം ഈ 5 കൊല്ലത്തിൽ LDF കൊടുത്തത് 2 മാസത്തെ പെൻഷനാണ്. അടുത്ത 5 കൊല്ലം അവർക്ക് പെൻഷൻ കൊടുക്കേണ്ടത് UDF സർക്കാരാണെന്ന്. എന്തോ എങ്ങനെ ഈ സർക്കാർ കാലാവധി പൂർത്തിയാക്കുമ്പോഴേക്കും 54,000 കോടി രൂപ ക്ഷേമ പെൻഷനായി ജനങ്ങളുടെ കയ്യിൽ എത്തിച്ചിരിക്കും. 1/2 ട്രില്യൺ രൂപ ക്ഷേമ പെൻഷനായി കേരളത്തിലെ സാധാരണക്കാർക്ക് നൽകിയ സർക്കാരാണിത്. ഇത് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഇത്രയും സുസ്ഥിരവും വിശ്വാസമുള്ളതുമായ ഒരു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി ഇല്ല സർ. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 5 വർഷം കൊണ്ട് 10,700 കോടി രൂപയാണ് മാത്രമാണ് ക്ഷേമ പെൻഷനായി നൽകിയത്. എന്നാൽ 1-ാം പിണറായി സർക്കാരിന്റെ കാലത്ത് മുൻ സർക്കാരിന്റെ കുടിശ്ശികയായ തുക ഉൾപ്പെടെ 35,089 കോടി രൂപ നൽകി. 1-ഉം 2ഉം പിണറായി സർക്കാരുകൾ 10 വർഷം കൊണ്ട് ക്ഷേമ പെൻഷനായി നൽകിയത് 90,000 കോടി രൂപയാണ്. സർ, ഒരു മാസത്തെ കുടിശ്ശിക പോലും ഇല്ലാതെ മുഴുവൻ ഗുണഭോക്താക്കളിലേക്കും പെൻഷൻ കൃത്യമായി എത്തുകയാണ്. പിണറായി വിജയൻ തന്നെ വരണം. അതെന്തുകൊണ്ട്? 600 രൂപ പെൻഷൻ തന്നത് ഇപ്പൊ 2,000 രൂപയിലാക്കി. ഞങ്ങൾ സന്തോഷത്തോടെ പോയി വാങ്ങിക്കുകയാണ്. കാരണം വിധവ പെൻഷൻ ഇനി UDF വന്നാൽ അത് കിട്ടില്ലെന്നാണോ? അവര് തരൂല്ലെന്ന് തന്നെ ഞങ്ങളുടെ വിശ്വാസം. അപ്പം LDF ആണ് നിങ്ങളുടെ പെൻഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുമെന്നാണോ? കിട്ടും. വിവരം ഉണ്ടോടാ നാണം കെട്ടവരെ.